ആരിഫ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരിഫ്യങ്ങൾ എന്നാൽ തന്നെ വജ്ജഹു അർവാഹും ലിമഅരിഫത്തി ലിഇർഫാനി റബ്ബി, റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ റൂഹിനെ അവർ തിരിച്ചു വെച്ചു. എന്നാൽ തന്നെ ആരായി? അതന്നെ ആരിഫ്. അവരുടെ റൂഹിനെ അവർ റബ്ബിനെ അറിയാൻ വേണ്ടി തിരിച്ചു വെച്ചു. അപ്പോൾ സാധാ പണിയും അതായിരിക്കണം. ചില പണികളുണ്ട് പണി എന്ന് പറഞ്ഞാൽ പണി തന്നെയാണ്. ആ പണിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാണ് സമയമില്ല. അതായത് അവർക്ക് ഒരു സെക്കൻഡ് പോലും അവരുടെ പണിയിൽ ഒഴിവുണ്ടാവില്ല. അങ്ങനത്തെ പണികളുണ്ടല്ലോ. ഒരു പണിക്കാരൻ, ആ പണിക്കാരൻ നമ്മൾ തെങ്ങിന് കളക്കാൻ വിളിച്ചു. അവൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണി അല്ലെങ്കിൽ 8:30 മണി അല്ലെങ്കിൽ 4:30 മണി 5 മണി, ഇതെത്രയും അവൻ്റെ ഡ്യൂട്ടി. പിന്നെ അവനെ നമ്മൾ വിളിക്കാനോട് പാടില്ല. 4:30 മണിക്ക് 5 മണിക്ക് കയറിപ്പോയി, കൂലിയും കൊടുത്ത് പോയി. ഇനി നമ്മൾ ഒരു ബന്ധമില്ല. നാളെ രാവിലെ വന്നേക്കാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാഖിനെ മൂച്ചിമ കയറ്റിയിട്ട് അമേരിക്കൻ നയതന്ത്രജ്ഞന്മാർ വന്നിട്ട് മൂച്ചിമ കയറ്റിയിട്ടാണ് എന്ത് ചെയ്തത്? കുവൈത്ത് പിടിച്ചത് എന്ന രഹസ്യം ഇപ്പോൾ നമുക്കറിയും. വളരെ കൃത്യമായ രേഖകളുണ്ട്, അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ രേഖകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് 1990-കളിൽ അതറിയില്ല. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടാണ് ആര് നിൽക്കുന്നത്? സദ്ദാം ഹുസൈൻ. അയാളെ കയ്യിൽ പള്ള നിറച്ച് രാസായുധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞ. അപ്പോൾ രഹസ്യങ്ങളായി നിൽക്കുന്ന കാര്യത്തിൽ രഹസ്യം, അള്ളാഹുവിന് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യത്തിൻ്റെ കേന്ദ്രം മുഹമ്മദ് മുസ്തഫ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും മനസ്സിലാക്കിയത് അതാണ്. ഒരു ആരിഫ്, എന്താ ആരിഫ് എന്ന അർത്ഥം? ആരിഫ് അറിഞ്ഞവൻ. ആലിം എന്ന് പറഞ്ഞൂടെ? ആലിം എന്ന് പറയുന്നുണ്ടല്ലോ. ആലിമിന് ആരിഫ് എന്ന് പറയില്ല, ആരിഫിന് ആലിം എന്ന് പറയില്ല. എന്താ വ്യത്യാസം? ആരിഫിനെ ആലിം എന്ന് പറയില്ല, ആലിമിനെ ആരിഫ് എന്ന് പറയില്ല. എന്താ വ്യത്യാസം? രഹസ്യം അറിഞ്ഞ ആളെന്ന് മനസ്സിലാക്കണ്ട മോനെ. രഹസ്യം അറിഞ്ഞ ആളെന്ന് മനസ്സിലാക്കണ്ട. രഹസ്യത്തിലേക്ക് തവജ്ജുഹായി അറിയൂല. കൊട്ടാരത്തിലെ തൊഴുത്തില് ചാണകം നീക്കുന്ന പണിയാണെങ്കിലും പോകുമ്പോ എന്താ പറയാ? എവിടെ പണി? കൊട്ടാരത്തിലെ ഇതിനേക്കാളൊരു ഉദാഹരണം പറയാനില്ല. കൊട്ടാരത്തിലെ കുട്ടികളുടെ കാഷ്ടം നേരം മൊത്തം അവിടെ ഇവിടെയും കാഷ്ടിക്കും, ഒന്നേർത്ത് കാഷ്ടിക്കും. ആ കാഷ്ടം എടുത്തിടാൻ വേണ്ടി പോകുന്ന ആൾക്കും ജോലി എന്താ ചോദിക്കുക? എവിടെ പണി? കൊട്ടാരത്തിലാണ്. അപ്പം എല്ലാവരും ബസ്സിലിരിക്കുന്നവർക്ക് തന്നെ അവനെ കാണുമ്പോൾ പേടിയാ. അവന് ജോലി എവിടെ? കൊട്ടാരത്തിലാണ്. ഇത്രയേ ഉള്ളൂ ആരിഫ്. ഞാൻ ആരിഫിനെ കളിയാക്കി നോക്കണ്ട. അത്രയേ ഉള്ളൂ. ആരിഫിന് ഒരു കുറയില്ല. അത് അല്ലാഹുവിൻ്റെ രഹസ്യത്തിൻ്റെ വാതിൽക്കൽ നിന്ന് എറിഞ്ഞ് കിട്ടുന്നതിൻ്റെ മണം ആസ്വദിച്ചു. അത്രയേ ഉള്ളൂ. അത് നമ്മൾ അറിയുന്നൊരു ദിവസമുണ്ട്. അതിനാണ് സ്വർഗത്തിലേക്ക് വരാൻ പറഞ്ഞത്. അവിടെ അല്ലാഹുവിൻ്റെ രഹസ്യം വെളിവാക്കും. അതാണ് സ്വർഗം. അതാണ് ജന്നത്തുർ റൂഹ്, ആത്മാവിൻ്റെ സ്വർഗം. ജന്നത്തുൽ ജസദ് അല്ല. നമ്മളിപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ അവിടെ തിന്നാനും കുടിക്കാനും കള്ളുടിക്കാനും വ്യഭിചരിക്കാനും സൗകര്യങ്ങളുണ്ട്. വ്യഭിചരിക്കുന്നതിന് പറയില്ല, പക്ഷെ എന്നാലും എന്ത് പറയാ, അവന് ഇഷ്ടം പോട്ടെ, ഇണകളെ കിട്ടും. ഇതാണ്. അപ്പം ആ ഇണകളോടുള്ളവനൊരു ആർത്തി, പെണ്ണിനോടുള്ളൊരു ആർത്തി, കള്ളിനോടുള്ളൊരു ആർത്തി. ഈ കള്ളിനോട് ചിലപ്പോൾ ആർത്തി ഉണ്ടാവില്ല എന്നൊക്കെ. ചിലപ്പോൾ നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് കള്ളിനോട് ആർത്തി ഉണ്ടാവില്ല. കാരണം കുടിച്ച സാധനത്തിനോടും അല്ലേ. ഞങ്ങൾ വല്യാപ്പയും ഞങ്ങളൊക്കെ സാമാനം വാങ്ങാൻ വേണ്ടി ഇടക്കര ചന്തയൊക്കെ പോകും. ചന്തയൊക്കെ കയറുന്ന ആ ഭാഗത്താണ് കള്ള് ഷാപ്പ്. അപ്പോൾ വല്യാപ്പ ധൃതിയിൽ നടക്കും. കുട്ടികൾ ഞങ്ങളോട് പറയും മൂക്ക് പൊത്തി പാഞ്ഞോളിടാന്ന് പറയും. കാരണം ആ കള്ള് ഷാപ്പിൻ്റെ ഭാഗത്തൊരു വൃത്തിയട്ട വാസന. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ളതാണ്, എങ്ങനെ ഇത് മനുഷ്യന്മാർ കുടിക്കണാവും. അതെല്ലാ കള്ളിനും അങ്ങനെ ഉണ്ടാവുമോ, അതല്ല ഇടക്കരത്തെ കള്ളിന് മാത്രമേ അങ്ങനെ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. മനസ്സിലായി. അപ്പോൾ കള്ള് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ആഗ്രഹമല്ല. എന്തുകൊണ്ട്? നമുക്കൊരു വൃത്തിയായിട്ട വാസനയാണ്. അല്ലാഹു തആല അത് അങ്ങനെ തന്നെ ആക്കി തരട്ടെ. അതിനോടുള്ള ഒരു അഭിമാനം. ജീവിതത്തിൽ കള്ളു കുടിക്കുന്നതിനെ തൊട്ട് കള്ള് വാസനിക്കുന്നതിനെ തൊട്ട് പോലും അല്ലാഹു തആല കള്ള് വാസനിക്കുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാൽ പറയും അല്ലാഹു തആല കള്ള് വാസനിക്കുക, ഇത് മനുഷ്യൻ്റെ അക്കലിനെ മൂടുന്നതാണ്. കള്ള് വാസനിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇത് കേൾക്കുന്ന ആരെങ്കിലും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അല്ലാഹു തആല അവർക്ക് തൗബ കൊടുത്ത് ഇനി അതിനെ പൂർണ്ണമായി വർജിക്കാനുള്ളൊരു താഖത്തും തൗഫീഖും അല്ലാഹു അവർക്ക് നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ. അപ്പം അത് കള്ള്. പക്ഷെ അതേസമയം തിന്ന നമുക്ക് ആഗ്രഹമാണ്, പെണ്ണ് നമുക്കൊരാഗ്രഹമാണ്.
പെണ്ണിന് പുരുഷനാഗ്രഹമാണ്, പുരുഷൻ പെണ്ണാഗ്രഹമാണ്, പിന്നെ എല്ലാവർക്കും ആഗ്രഹമാണ്. അത് ജസദുമായി ബന്ധപ്പെട്ടതാണ്. ജസദ് എന്നാൽ ഫാനിയത്താണ്. ജസദ് ഫാനിയായ ജസദ്, അത് നശിച്ചു പോകാനുള്ളത്. മനസ്സിലാവുണ്ടോ? പിന്നെ അള്ളാഹ് വിചാരിച്ചാലും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. പക്ഷെ ഒരു ഘട്ടത്തിൽ അത് ഫനാ ഉണ്ടാവും. അതിന് റൂഹ് അങ്ങനെയല്ല. റൂഹ് അങ്ങനെയല്ല. റൂഹിൻ്റെ അവസ്ഥ എന്നാൽ വേറൊരു അവസ്ഥയാണ്. റൂഹും ജസദും തമ്മിൽ, ജസദ് ഇങ്ങനെയും റൂഹ് ഇങ്ങനെയാണ്. റൂഹ് അവിടുന്ന് വന്നതാണ്, ജസദ് ഇവിടുന്ന് പൊന്തിയതാണ്. ഇത് വോതിയാണ്, അത് റുഫിയാണ്. ഇത് മണ്ണ, ഇത് സിർഫ് മിട്ടിയ മണ്ണ. അപ്പം ഇത് വോതിയ നിസാര. റൂഹ് അങ്ങനെയല്ല. റൂഹിൻ്റെ ബന്ധപ്പെട്ട നേരെ പോകുന്നു. ബലൂണ് നീ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ് ബലൂൺ പുറത്തു പോകാത്തത്. പട്ടം നീ പിടിക്കുന്നത് കൊണ്ടാണ് പട്ടം പറക്കാത്തത്. കൈവിട്ടു ഒരു സെക്കൻഡ് എങ്ങാനും പൊട്ടിയാൽ പിന്നെ പട്ടം കിട്ടില്ല. കാരണം അതിൻ്റെ പോക്ക് മുകളിലേക്കാണ്. അതേ സമയത്ത് മണ്ണിൻ്റെ ഒരു കഷ്ടം, ഒരു ഇഷ്ടിക എൻ്റെ കയ്യിലുള്ളതെങ്കിൽ ശരിക്കും പിടിച്ചോണം. ഏത് സമയത്തും അതിൻ്റെ ദിശ താഴേക്കാണ്, റൂഹിൻ്റെ ദിശ മേലേക്കാണ്. ഒക്കെ പറഞ്ഞ മനസ്സിലായപ്പോൾ എല്ലാം ഒരുപോലെയല്ല. അത് മേലെന്ന് വന്നത് അതിൻ്റെ ഔന്നത്യനുണ്ടാവും. അതിനെ ചെളിയാക്കാത്ത കാലത്തോളം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് ഖദ്ദസല്ലാഹു സിർറഹു. ഖദ്ദസല്ലാഹു സിർറഹു എന്താ വാക്കിൻ്റെ അർത്ഥം? സിർറ് മഅനാഹു അർറൂഹ്. ഖദ്ദസല്ലാഹു സിർറഹു അയ ഖദ്ദസല്ലാഹു റൂഹഹു. അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ അള്ളാഹു തനിക്ക് നൽകിയ റൂഹിനെ ശുദ്ധിയാക്കി നിർത്തി. അള്ളാഹു എന്നെന്നും ശുദ്ധിയാക്കി നിർത്തി കൊടുക്കട്ടെ. ഫമിനൽ അർവാഹി അർവാഹുൻ. ചില റൂഹുകളുണ്ട്, അതിൻ്റെ സ്വാഹിബ്, അതിൻ്റെ ആളുകൾ അതിനെ മലിനമാക്കും. പിന്നെ അതിന് ഖദ്ദസല്ലാഹു സിർറു എന്നതിന് മാനിയില്ല. നമ്മളിൽ ഭേദപ്പെട്ട ആൾക്കാർ ഖദ്ദസല്ലാഹു സിർറു എന്ന് പറയല്. രാജാവ് മരിച്ചു, ഖദ്ദസല്ലാഹു സിർറു എന്ന് പറയലുണ്ടോ? പറയലോ. മന്ത്രി മരിച്ചു, ഖദ്ദസല്ലാഹു സിർറു എന്ന് പറയലുണ്ടോ? ഇല്ല. അതേ സമയത്ത് നമ്മളുടെ കണ്ണിൽ ഒരു മഹാനായ ആലിം, നമ്മളെ കണ്ണിൽ അത്രയേ ഉള്ളൂ. സാധാരണ ആലിമല്ല, ഒന്നുകൂടി ഭേദപ്പെട്ട ഒരാൾ, ജീവിതകാലത്തൊക്കെ തൻ്റെ വാക്കും പ്രവൃത്തിയും യോജിപ്പിച്ച് കൊണ്ട് നടന്ന ഒരാൾ എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരാളെ ആളാവുമ്പോൾ അതാണ് ഇതിൻ്റെ ആവറേജാണ്. പിന്നെ അവിടെ മേലക്കേ ഉള്ളൂ, താഴേക്കുണ്ടാവും. പറയുമ്പോൾ നമ്മൾ എന്തായി റഹ്മത്തുള്ളാഹി അലൈഹി എന്നറിയാം. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖദ്ദസല്ലാഹു സിർറു പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ആ റൂഹിനെ ഈ വ്യക്തി തഖ്ദീസ് ചെയ്തോ എന്ന് നമുക്ക് ഉറപ്പില്ല. തൻ്റെ ജീവിതകാലത്ത് തൻ്റെ റൂഹിനെ താൻ തഖ്ദീസ് ചെയ്തിട്ടുണ്ടെങ്കിലേ ആ വാക്കിന് മാനന്നെ ഉള്ളൂ. റൂഹിനെ ചിലർ മലിനപ്പെടുത്തും. അത് അവൻ്റെ വൃത്തികേടുകൾ കൊണ്ട് റൂഹ് മലിനപ്പെടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ? റൂഹിനെ മലിനപ്പെടുത്താൻ ചെറിയ മാലിന്യം വലുതാണ്. മനസ്സിലാവുള്ള പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന കടലാസിൽ കുട്ടി അറിയാതെ ഒരു ഇങ്ങനെ കാട്ടിയാൽ പോലും കടലാസ് മാറ്റും. വേറൊന്നും അതിന് വിഷയമല്ല. വേറെ ആർക്കും കൊടുക്കുക. മുഖ്യമന്ത്രി കൊടുക്കുമ്പോൾ കുട്ടിയൊന്നും അങ്ങനെ ഒരു ചെറിയ ഒരു ഡോട്ട് അവിടെ കടലാസ് മാറ്റും. മുഖ്യമന്ത്രി കൊടുക്കാനുള്ളതാണ്. ഇത് രാജാതിരാജന. ആ രാജാതിരാജ് മനസ്സിലായില്ല. ആ രാജാതിരാജനെ സമർപ്പിക്കുന്ന സാധനത്തിന് ഒരു ചെറിയ മിസ്റ്റേക്കുണ്ടാവും. ചെറിയ ഒരു പൊടിയുടെ ഒരു ഡോട്ട് വരുന്നത് പോലും അതിനെ ബാധിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും, വളരെ ചിന്തിക്കും. അതാണ് ഉന്നതരായ ആളുകൾ, അതാണ് ആരിഫീങ്ങൾ. ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ, ആരിഫീങ്ങൾ എന്നാൽ റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ റൂഹിനെ അവർ തിരിച്ചു വെച്ചു. എന്നാൽ തന്നെ ആരായി? അതന്നെ ആരിഫ്. അവരുടെ റൂഹിനെ അവർ റബ്ബിനെ അറിയാൻ വേണ്ടി തിരിച്ചു വെച്ചു. അപ്പൊ അവര് സാധാ പണിയും അതായിരിക്കണം. ചില പണികളുണ്ട്, ചില പണികളുണ്ട്. പണി എന്ന് പറഞ്ഞാൽ പണി തന്നെയാണ്. ആ പണിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാണ് സമയമില്ല. അതായത് അവർക്ക് ഒരു സെക്കൻഡ് പോലും അവരുടെ പണിയിൽ നിന്ന് ഒഴിവുണ്ടാവില്ല. അങ്ങനത്തെ പണികളുണ്ടല്ലോ. ഒരു പണിക്കാരൻ, ആ പണിക്കാരൻ നമ്മൾ തെങ്ങിന് കളക്കാൻ വിളിച്ചു. അവൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണി അല്ലെങ്കിൽ 8:30 മണി അല്ലെങ്കിൽ 4:30 മണി 5 മണി, ഇതെത്രയും അവൻ്റെ ഡ്യൂട്ടിയുണ്ട്. പിന്നെ അവനെ വിളിക്കൂല, വിളിക്കാനോട് പാടില്ല. 4:30 മണിക്ക് 5 മണിക്ക് കയറിപ്പോയി
കൂലിയും കൊടുത്ത് പോയി. ഇനി അവൻ നമ്മൾ ഒരു ബന്ധമില്ല, നാളെ രാവിലെ വന്നേക്കാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണോ ഒരു ഡോക്ടർ? മനസ്സിലായില്ല. ഒരു ഡോക്ടർ അങ്ങനെയല്ല. ഡോക്ടർ പണിയിലല്ലാത്തൊരു നേരം ഉണ്ടാവില്ല. ബിൽഫിഅലി, മനസ്സിലായില്ല? പ്രവൃത്തി പദത്തിൽ കർമ്മം ഇല്ലെങ്കിലും ഉത്തരവാദിത്വത്തിൽ കർമ്മം ഉണ്ടെന്നെ. എപ്പോൾ ആശുപത്രിയിൽ വിളിച്ചാൽ ഓടണം എന്നൊക്കെ പറഞ്ഞ, എപ്പോൾ വിളിച്ചാൽ ഓടണം, ഓടിക്കൊള്ളണം. പെരുന്നാളിന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഒരു രോഗി അത്യാസന്ന നിലയിലാണ്, ഓടി. അന്ന് ചോറില്ല. പിന്നെ അന്ന് ഓപ്പറേഷൻ ചെയ്ത് രാത്രി 2 മണിക്ക് തിരിച്ചു വരിക. വിരുന്നുകാരും ഒക്കെ പോയി, എല്ലാം കഴിഞ്ഞു. അവരെല്ലാവരും സന്തോഷമില്ലാതെ തിരിച്ചുപോയി. നീ തിരിച്ചു പോയിട്ട് അവരെ വീടുകളിൽ പോയി കാണാൻ നേരല്ല. രാത്രിയാണ് ഡോക്ടറെത്തിന്. എന്തുകൊണ്ട്? എന്തിനാ ഡോക്ടറാര്? രാജ്യത്തെ ഒരു പട്ടാളക്കാരൻ, ഒരു സൈന്യത്തിൽപ്പെട്ട സൈനികൻ, പ്രശ്നമാണ്. അയാൾക്ക് ലീവില്ല. എന്നാ ലീവുണ്ട്, എന്നാ ലീവില്ല. ഒരു കാര്യത്തിന്റെ സുരക്ഷിതത്വം നടത്തുന്ന ഒരാളങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് മനസ്സിലായില്ല. ഒരു കാര്യത്തിന്റെ ഒരു കൊട്ടാരത്തിന്റെ വാതിൽക്കൽ പിന്നെ നേരം വിളിക്കുന്നവരെ സുരക്ഷിതത്തിന് കാവൽ നിൽക്കുന്നവരാണ്. ആ കാവൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പണിയില്ല. പക്ഷേ അയാൾക്ക് പണിയില്ലാത്ത നേരമില്ല. എന്താ പണി? അവിടുത്തെ കസേരയിൽ ഇരിക്കുക, ആ തോക്കും കൊണ്ട് നിൽക്കുക, അങ്ങനെ കുറച്ചിരിക്കാം, കുറച്ച് നിൽക്കാം, കുറച്ച് അങ്ങോട്ട് നടക്കാം. അവിടെ തന്നെ ഉണ്ടാണ്. ഒരു പണിയുമില്ല, പക്ഷേ അയാൾക്ക് പണിയില്ലാത്ത നേരമില്ല. കൊട്ടാരം കാവൽക്കാരൻ രാവിലെ വന്ന് പിന്നെ എന്ത് ചെയ്തു? അതിരാവിലെ ഓടി വന്നിട്ടും രാജാവിനോട് പറഞ്ഞു, രാജാവേ വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ട്. എന്ത് ചോദിച്ചു? ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ രാജ്യത്തെ ശത്രു സൈന്യം പിടിച്ചടക്കിയിട്ട് അങ്ങനെ കൊല്ലുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നെ പണി ഒഴിവാക്കിയാണ് നല്ലതാ പറഞ്ഞേ. ഇവൻ ഓടിച്ചെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? രാജാവ് രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഒന്നുകൂടി ഉറപ്പാക്കട്ടെ, അപ്പൊ ഇവന് വലിയ സമ്മാനം കിട്ടും. കിട്ടി. എന്താ സമ്മാനം കിട്ടിയേ? പണി പോയി. മനസ്സിലാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഒന്നൊരു പണിയില്ല, ഉറങ്ങാനും പാടില്ല. ആരിഫിന് പണിയില്ലാത്ത നേരല്ല. ആരിഫ് എന്ന് പറഞ്ഞാൽ അതെന്തേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാരിഫത്തിലേക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സെക്കൻഡ് ഒഴിവുണ്ടാവില്ല. അതാണ് ആരിഫ്. നോട്ടീസിൽ എഴുതിയ ആരിഫ്യങ്ങളും പങ്കെടുക്കുന്നതല്ല, ഒരു പങ്കെടുത്തു നിൽക്കേണ്ടി വരും. പങ്കാന്ന് പറഞ്ഞ സാധനം പങ്കാന്ന് പറയും. മനസ്സിലായില്ല? ചിലപ്പോൾ ഫാനിന് പങ്കാന്നറിയും. പങ്ക് അവിടെ നിലത്തൊക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒക്കെ തൊഴിലേറ്റ് കുത്തിരിക്കുക. ആരിഫ്യങ്ങളും പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ പരിപാടിയിലുള്ള പങ്ക ആരിഫ് തൊഴിൽ കയറ്റുന്നതാണ് എന്ന മാനയിൽ പറയുന്നത്. അത്രയും ആരിഫിന് ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല. അവരിൽ ഉറങ്ങാത്തവർ ധാരാളമുണ്ട്. ഞാൻ നിങ്ങളോട് ഹാഫിദ് തിജാനി അൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1978 അവർ വഫാത്ത്. സ്വല്ലാ ബിവുളൂഇൽ ഇശാഇ സ്വല്ലാ സ്വലാത്ത സുബ്ഹി ബിവുളൂഇൽ ഇശാഇ അക്സറ മിൻ 40 സന. എത്രയോ മഹാന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ 40 കൊല്ലത്തിലേറെയാണ് ഇശ നിസ്കരിച്ച വുളൂ കൊണ്ട് സുബ്ഹ്. 20-ാം നൂറ്റാണ്ടിലെ ഒരു ആരിഫിനെ ഓർത്താൻ നബി പറയുന്നു, ഉറങ്ങൂല. 978 ആണ്. നമ്മളിൽ പലരും ജനിച്ചതിന് ശേഷം 2000 വർഷമാണല്ലോ. 978 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 900 മിഞ്ഞാന്നല്ലേ? 1978 അവരുടെ വഫാത്ത്. അവരാരാ? അവര് സ്വലാത്ത സുബ്ഹി ബിവുളൂഇൽ ഇശാഇ അക്സറ മിൻ 40 സന. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നല്ലവേറും ഐശാത്തോ ലുദോരുവാലെ 40 സുബ്ഹ് തൊളുദോറ്. നലവേറും ഐഷ തൊളുതൊരുവാലെ 40 സുബ്ഹ് തൊളുദോർ. അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനത്തെ ആളുകൾ ഇന്നുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കുന്നത്. ഇന്നുണ്ടാവും. ഈ സമാനിൽ അങ്ങനത്തെ ആളുകളുണ്ടാവും. ഇല്ലാത്തൊരു സമാൻ ഉണ്ടാവില്ല. 40 കൊല്ലത്തിലേറെ, 60 കൊല്ലത്തിലേറെ ഉറങ്ങാത്തൊരു ഞാൻ വായിച്ചിട്ടുണ്ട്.
അത് പിന്നെ ഇത് വിഡ്ഢികളായ ആളുകൾ ഇതിനെങ്ങനെ എതിർക്കും? അവരോട് മറുപടിയില്ല. അവർക്കത് അറിയൂല. അവനവനെ അറിയാത്തതിൻ്റെ ശത്രുവാണല്ലോ. നമുക്കത് അറിയും, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് നമുക്കറിയും. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ എൻ്റെ മോളടക്കമുള്ള കുറച്ച് കുട്ടികൾക്ക്, എൻ്റെ മോള് അടക്കമുള്ള കുട്ടികൾക്ക് രാത്രി ക്ലാസ് എടുത്തു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ രസത്തിനിടയിൽ അവരോട് ചോദിച്ചു, ഞാൻ നേരം വിളിക്കുന്നത് വരെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കോ? അപ്പം എൻ്റെ മോള് വേഗം പറഞ്ഞു, ഇരിക്കും പക്ഷേ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഉറങ്ങാതിരിക്കാൻ പറ്റൂല. ഇത് നമ്മളെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. മറ്റൊരു ആരിഫ്യങ്ങളാണ്, അവർക്ക് ലദ്ദത്ത് വന്നപ്പോൾ ഉറക്കുപോയി. ലദ്ദത്ത് കിട്ടാത്തതുകൊണ്ടാണ്. ഉമ്മ ഇന്നലെ തന്നെ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല, കുട്ടികളെ ലൈറ്റ് അടിച്ചാൽ ലൈറ്റ് ഓഫ് ആക്കി നമുക്കൊന്ന് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് 9 മണിക്ക് രാത്രി 9 മണിക്ക് നേരത്തെ തന്നെ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി ഉമ്മയുടെ ഒരുങ്ങണ സമയത്താണ്. ഇന്നലെ തന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പ്രസവത്തിന് പിന്നെ ഏട്ടത്തിൻ്റെ മകൾക്ക് എന്തേലും പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി കയറ്റിയ സമയമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉമ്മയടക്കം നിന്നു. അപ്പം ഉമ്മ ഇന്നലെ മര്യാദ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉമ്മക്ക് ഇന്നത്തെ ഉറക്ക് അതും കൂടെ ഉണ്ട്. ഉറങ്ങാൻ വേണ്ടി രാത്രി ഭക്ഷണം എല്ലാവർക്കും തന്നു. 9 മണിക്ക് ഉമ്മ ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് 3 കൊല്ലം മുമ്പ് 2.5 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് ഗൾഫ് പോയ ബാപ്പാൻ്റെ കാറ് മുറ്റത്തോടെ നിർത്തി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ലാ, ബാപ്പ വന്ന് കയറുകയാണ്. പിന്നെ അന്നും ഉറങ്ങൂല, പിറ്റേന്നും ഉറങ്ങൂല, അതിനൊറ്റേന്നും ഉറങ്ങൂല. എന്താ സംഭവിച്ചത്? ലദ്ദത്ത് വന്നാൽ മനുഷ്യന് ഉറക്കം നഷ്ടപ്പെടും. പിന്നെ ഉറങ്ങിയിട്ടില്ല എന്ന് പോലും അറിയില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വമ്പൻ കച്ചവടം, പെരും ലാഭം കണ്ണിൽ കണ്ടാണെങ്കിൽ പൂരത്തിൻ്റെ അവിടെ നേരം പോക്കുള്ള പൂരത്തിന് കച്ചവടം ചെയ്യുന്നവർ ഉറങ്ങൂല. പിറ്റേന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഉറങ്ങൂല, അതിനൊറ്റൊന്നും പിന്നെ ഉറങ്ങൂല. അല്ലെങ്കിൽ ഉറങ്ങണ്ടേ, ഉറക്കമൊക്കെ പിന്നെ നടക്കുള്ളൂ. പൈസ ഉണ്ടായിക്കോ, പൂര കച്ചവടപ്പം നടക്കുള്ളൂ. ആരിഫ്യങ്ങളൊരു പൂരത്തിലാണ്, അവർ റബ്ബിൻ്റെ ഷുഹൂദിൻ്റെ പൂരത്തിലാണ്. ആ പൂരം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരമായാലും നേരം വിട്ടാലും കടന്നുറങ്ങണം. ക്ലാസ് തുടങ്ങിയാൽ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പം മുഹമ്മദിയത്തിലേക്കിൻ്റെ രഹസ്യത്തിലേക്ക് കയറലാണ് മാരിഫത്ത്. അള്ളാൻ്റെ രഹസ്യത്തിലേക്ക് കയറലില്ല. അള്ളാൻ്റെ രഹസ്യം അള്ളാഹു വെളിവാക്കിയ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. അതാണ് സിറുൽ ഖാലിഖാൻ, ഖാലിഖായ റബ്ബിൻ്റെ വെളിവാക്കിയ രഹസ്യമാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അത് കണ്ടെത്തണം. ആയുസ് മുഴുവനും ആരിഫ്യങ്ങൾ ദുനിയാവെന്ന് ആലോചിച്ചാലും അവർക്ക് റസൂലുള്ളാഹിന്റെ രഹസ്യത്തിലെത്താൻ കഴിയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രഹസ്യത്തിൻ്റെ അല്പഭാഗം വീണിട്ടും അപ്പോഴത്തേന് ആരിഫായി. അതാണ് ലേശം വീണിട്ട് ഒരു ലേശം. നാളെ മറ്റന്നാൾ വന്ന് ഞായർ, നാളെ തിങ്കൾ ചൊവ്വ, മറ്റന്നാൾ ഇവിടെ ഫലപ്രഖ്യാപനം നടത്തി. കുറേ ആളുകൾ MP ആയി. അല്ലെ അങ്ങനെ തന്നെയല്ലേ? ആ MP ആയി കഴിഞ്ഞ പോലെ നടത്തത്തിന് തന്നെ വ്യത്യാസം ഉണ്ടാവും. ഒരു ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന ആളുകളാണ്. രാജ്യത്തിൻ്റെ ഭരണവുമായി തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. 5 കൊല്ലം എന്താ പാർലമെൻറ്റിൽ അങ്ങനെ ഇരുന്നിൽ ഭക്തി വാങ്ങിപ്പോയി എന്നല്ലാതെ ഒന്നും മിണ്ടാനുള്ള അവസരം അവൻ ഉണ്ടായിട്ടില്ല. ഓനോട്ട് മിണ്ടാൻ അറിയില്ല, ഓനോട്ട് മിണ്ടിയിട്ടുമില്ല. പക്ഷെ ഓനെ നടക്കുമ്പോൾ നാട്ടുകാരെ മുന്നിൽ വന്നാൽ കാലൊക്കെ ഒന്ന് വർപ്പിക്കും. എന്തുകൊണ്ട്? നമ്മളൊക്കെ അവിടെ വരണം നടത്തുന്നത് പറഞ്ഞ ഇതാണ്. ഇത് മനസ്സിലായില്ലേ എന്ന്. എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി കിട്ടിയ വലിയ കാര്യമാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവൻ അവിടുത്തെ ഒരു രഹസ്യം അറിയില്ല. ഓനുള്ള ദിവസം പ്രധാനപ്പെട്ട കാര്യം തന്നെ പറയുക. ഓനൊരു ഒരു പൊട്ടന ബന്ധത്തോളം ആളുകൾ കേരളത്തിലൊക്കെ പോയി വിളിച്ചു പറയും. അതോട് ഓനില്ലാത്ത ദിവസം പറഞ്ഞാൽ മതി എന്ന് പ്രധാനമന്ത്രി എന്തായിരുന്നു ഓനെ കണ്ടാൽ തന്നെ പ്രധാനമന്ത്രി പോയി ഇരിഞ്ഞു കൊടുക്കൂല. എന്നാലും പുറത്ത് വന്ന ഓൻ എന്താ പറയുക, ഞങ്ങളൊക്കെ കൂടിയാണിത് നടത്തിക്കൊണ്ടുപോകുന്നത്. ആരിഫിനൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യത്തിൻ്റെ മദ്ഹറിലേക്ക് എത്തി നോക്കാൻ കഴിഞ്ഞാൽ ആരിഫാവും. അതൊരിക്കലും നമ്മളെപ്പോലത്തെ കഴിയില്ല. നമ്മൾ നോട്ടീസിൽ ചെയ്ത ആരിഫ്യങ്ങൾ പങ്കെടുത്ത് നിൽക്കുക. അള്ളാഹുവിലേക്ക് എത്താനേ കഴിയില്ല. ഏതോ മുഖ്യമന്ത്രിക്ക് ഇത്ര രഹസ്യം ഉണ്ടെങ്കിൽ
പ്രധാനമന്ത്രിക്ക് എത്ര രഹസ്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. പണ്ട് പ്രധാനമന്ത്രിയായവർ എത്ര ആൾ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്? ആരെങ്കിലും അവിടെ തിരിഞ്ഞു നോക്കണം. ദേവഗൗഡ വെച്ചോ, പറയടോ, ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടില്ലേ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താണെന്നൊക്കെ ആലോചിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കുക. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രഹസ്യം എന്നാൽ മുഹമ്മദ് മുസ്തഫ. ആ രഹസ്യത്തിലേക്ക് എത്തി നോക്കാൻ അള്ളാഹുവിന് അവസരം കൊടുത്തു. അതിന് മൽഹർ, അതിൻ്റെ ഉള്ളിയുടെ അവസാനത്തെ പുറത്തേക്ക് ഇങ്ങനെ പാറാൻ ഒരുങ്ങി നിൽക്കുന്ന അതിൻ്റെ തൊലിയുടെ അവസാനത്തെ ഉണങ്ങിയ തൊലി, അത് കാണാൻ കിട്ടിയ തന്നെ ഓൻ ആരായി? ആരിഫായി. രുചിക്കണ്ട, എന്നാൽ തന്നെ ആരിഫായി. ഞങ്ങളോട് പറഞ്ഞത് പ്രധാനമന്ത്രി പിന്നീട് ആരും തിരിഞ്ഞു നോക്കാത്ത ഈ വേസ്റ്റായി നടക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് തന്നെ ഇത്ര പേർ മനസ്സിലായല്ലോ പറഞ്ഞത് ഉണ്ട്. രാജ അയാൾക്ക് തന്നെ എത്ര രഹസ്യം അറിയെങ്കിൽ രാജാതിരാജൻ്റെ രഹസ്യം തീർക്കും. ആ രഹസ്യത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ടതാണ് എന്ത്? പുറത്തേക്ക് കൊടുത്തു. പുറത്തേക്ക് ഇട്ടാ വിളിച്ചെടുക്കുന്നില്ല, പുറത്തേക്ക് കൊടുത്തു. തിരിയേണ്ട ഒരു ദിമ തിരിഞ്ഞോളി. അള്ളാഹുവിന്റെ സിറുൽ ഖാലിഖാണ് മുഹമ്മദ് മുസ്തഫ. സിറുൽ വജൂദാണ് മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്തിന്റെ ഉണ്മയുടെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെയാണ് അറിയില്ല. അറിഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് നിർത്തും, എനിക്ക് പിന്നെ പറയാനില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസ് കൗലാഖി തങ്ങളുടെ ഫീ റിയാദി തഫാസീർ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ചില ആളുകൾക്ക് ദുനിയാവിൽ അറിയാൻ ഒരിക്കലും അസാധ്യമായ, അതായത് 99% അസാധ്യം, അങ്ങനത്തെ ഒരു സാധ്യതയെ അള്ളാഹ് തുറന്നു കൊടുത്താൽ അതോടുകൂടെ തന്നെ അവർ തഹയ്യുറിലാവും, ഒരു പരിഭ്രാന്തത വരും. പിന്നെ ഒരു നിസ്കരിക്കൂല, നോമ്പ് വിൽക്കൂല, ഒന്നുമില്ല. ഒരു ഭ്രാന്തന്മാരും ആവില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തത് CMന്റെ മർത്തബതായിരിക്കും എന്നാണ് എൻ്റെ വീക്ഷണം. എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്, CMനെ കുറിച്ചൊന്നും ആരും ഒന്നും പറയണ്ട. ഇതൊന്നും അതൊക്കെ നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു. ഒന്നും പറയണ്ട. CM ഒക്കെ വലിയ ആളാണ്. ചില ആളുകൾ പറയും മജ്ദൂബാണെന്ന്. ഒന്നുമല്ല, CM മജ്ദൂബൊന്നുമല്ല. CM എന്നാൽ അള്ളാഹുവിൻ്റെ രഹസ്യത്തിൽ മുത്തഹയ്യിറാണ്. മുഹമ്മദിയത്തിൻ്റെ ഉണ്മ അറിയലാണ്. മുത്തഹയ്യിറായി പോകും, അതായത് പരിഭ്രാന്തത. പിന്നെ അവർക്കൊന്നും അറിയില്ല. പിന്നെ എന്താ ചെയ്യും? ഇപ്പം അക്കല് ഒരു പ്രത്യേക മനസ്സിലാക്കുക, ഒരു മുത്തഹയ്യിറാകുക, അതൊരു പരിഭ്രാന്തത വരിക. ഭ്രാന്തൊന്നും അല്ലത്. അതായത് ഇവിടെ തടിക്കൊരു പരിധിയുണ്ട്, ഇവിടെ കൽബിനൊരു പരിധിയുണ്ട്. ആ പരിധിയിലേക്ക് അതിൻ്റെ അപ്പുറം അറിയാം. ഇവിടെ ബുദ്ധിക്കൊരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറം ബുദ്ധി അറിയാം. അപ്പോൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും അത്. ഇതിനാണ് ആരിഫ് അറിയുക. ഇതാണ് ചില ആരിഫ്യങ്ങളിൽ ചില ഉന്നത അവസ്ഥയാണ്. ഒന്നും അല്ല, പക്ഷേ അതാണ്, അതൊരവസ്ഥയാണ്. പിന്നെ അവരെ ആക്ഷേപിക്കാനേ പാടില്ല. നമുക്കൊന്നും അറിയില്ല. ഖുർആൻ തുറന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ തുടങ്ങി ഖുൽ അഊദു ബിന്നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. പത്തം തുറന്നു. ഇത് രാജാതിരാജൻ്റെ കിതാബാണ്. നമ്മൾ മാന വെച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാനിധിയും കരുണവാനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ശരി, അവസാനത്തെ ആയത്ത് എന്താ? മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും ഇൻസുകളിലും ചില ആളുകൾ ശൈത്താന്മാരാണ്, അല്ലേ? ഇതല്ലേ അള്ളാഹിൻ്റെ കലാം? മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ മാന വെച്ചു. ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ മാന വെച്ചു, അല്ലേ? അത് തന്നെ പറയുവാണോ അല്ലേ? എൻ്റെ ഒപ്പം കയറി വാ. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ മാന വെച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ കലാമിൻ്റെ മുഴുവൻ മാന നമുക്ക് അറിയും. നമുക്ക് ബിസ്മി മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ അറിയും. എന്താണ് അള്ളാഹിൻ്റെ കലാം? എന്ത് വർത്താനങ്ങളീ പറഞ്ഞത്? നീയും ഞാനും ആകുന്ന അരക്കാശിന് കൊള്ളാത്തവന് ഈ അറിയുള്ളതാണോ രാജാതിരാജൻ്റെ കലാം? എന്ത് വർത്താനങ്ങളീ പറയുന്നത്? എന്തായി പറയുന്നത്? മലയാളം അറിയുന്ന നമ്മൾ, നമുക്ക് മലയാളം അറിയും. നമ്മുടെ മാതൃഭാഷ മലയാളം. എന്നിട്ടും
മലയാളത്തിൻ്റെ പോയട്രികൾ വിശദീകരിക്കാൻ നിപുണന്മാരായ മാഷന്മാരെ വിളിക്കും. ചങ്ങമ്പുഴയുടെ കവിത പച്ച മലയാളം. ഈ പച്ച മലയാളം മാഷ് വായിച്ചിരുമ്പോഴാണ് നമ്മൾക്ക് ആ പദത്തിൻ്റെ ഉള്ളു മനസ്സിലാവും. ആരുടെ കവിത? ചങ്ങമ്പുഴയുടെ കവിത. എന്താ ചങ്ങമ്പുഴയുടെ ഭാഷ? മലയാളം. നമ്മുടെ ഭാഷ മലയാളം. പക്ഷേ നമ്മൾ അന്തം വിട്ടുപോയി. എന്തായി ഇത് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ മലയാളിയായ ഒരു മനുഷ്യൻ്റെ കലാം, അയാളുടെ നഫ്സിൻ്റെ സംസാരമാണുള്ളത്. ഇതാണെങ്കിൽ അതിൻ്റെ അത്ര രഹസ്യം പുറത്താക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ചിലപ്പോൾ ഈ മാഷക്കാളും കഴിവുള്ള വേറൊരാൾക്ക് ഇതിനേക്കാൾ വലുത് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ പരമകാരുണികനും കരുണാനിധി മുതൽ മിനൽ ജിന്നത്തി വന്നാസ്, ഇതാണോ അള്ളാഹുവിന്റെ ഖുർആൻ? നിങ്ങൾ എന്താ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി? നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മുടെ അളവാണത്, അല്ലാതെ അതിൻ്റെ അളവല്ല. തിരിഞ്ഞില്ല. നമ്മുടെ അളവതാണ്. അതിൻ്റെ പ്രത്യക്ഷ മാനകൾ നോക്കി നമ്മൾ അതിൻ്റെ മുഫസ്സിരിങ്ങൾ ഈ മുഫസ്സിർ എന്നുള്ള തന്നെ എന്താ അർത്ഥം? ഖുർആന്റെ അർത്ഥം അറിയുന്ന ആളെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അതായത് നമുക്കിടയിലെ ഉന്നതമായ വിജ്ഞാനം കൊണ്ട് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വലിയ ഉന്നതമായ കഴിവുകൾ കൊണ്ട് ഏകദേശം ഹദീസുകളും മറ്റും നോക്കിയിട്ട് ഇതിനെ ഏകദേശം വ്യാഖ്യാനിക്കാനുള്ള ഒരു സാധാരണ യോഗ്യതക്കാണ് എന്ത് പറയാ? മുഫസ്സിർ എന്നറിയാം. അതിൻ്റെ അപ്പുറം അയാൾക്ക് അറിയുന്നതാണ് റബ്ബിൻ്റെ കലാമിലുള്ളതെങ്കിൽ അത് റബ്ബിൻ്റെ കലാമാവില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസിനെ വിശദീകരിച്ചു തന്നാലും സ്വർഗത്തിൽ വെച്ച് നബിക്ക് വേറെയും പറയേണ്ട കാലം അതല്ല, ഒന്നും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. ഇമാം ബുഖാരി വ്യാഖ്യാനിച്ചതിൻ്റെ അപ്പുറം സ്വഹീഹ് ബുഖാരിക്ക് ഇല്ലെങ്കിൽ, സ്വഹീഹ് ബുഖാരിയിൽ എഴുതിയത് ഫത്തുൽ ബാരി ഹാഫിദ് ബിൻ ഹജർ പറഞ്ഞതിൻ്റെ അപ്പുറമൊന്നും ഇനി ബുഖാരിയിലും ഇല്ലെങ്കിൽ പിന്നെ അത് സാധാരണ വർത്തനയില്ലേ? നമുക്ക് അറിയും എന്ന നമ്മുടെ വാക്കാണ് ലോകത്തെ ഏറ്റവും വലിയ അഹന്ത. അറിയില്ല. ആരിഫീങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിനെ പറ്റി അറിഞ്ഞവരെന്നല്ല, അങ്ങനെ മാനവൊക്കെ ചെയ്തത്. അള്ളാഹിനെ അറിഞ്ഞവരല്ല, അവർക്ക് ആഗ്രഹം വന്നു. എന്തിന്? അള്ളാഹുവിനെ അറിയാൻ. അതാണ് ആരിഫീങ്ങൾ. അതന്നെ ആരിഫീങ്ങൾ. അതാണ് ആരിഫ്. അവർക്ക് ആഗ്രഹം വന്നു. അതാഗ്രഹം വലിയൊരു തൗഫീഖാണ്. അപ്പോൾ ചിലതൊക്കെ ചാടിക്കിട്ടും. അതന്നെ വലിയതാണ്. മനസ്സിലായില്ല? രാജാവ് എഴുന്നള്ളുന്ന കൂട്ടത്തിൽ കൈ കെട്ടിയ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും? അങ്ങനെ പുറത്തേക്കിടും. അതന്നെ വലിയതാണ്. ഓരോ കെട്ടുണ്ടാവും, $1 കെട്ട്. ആ $1 കെട്ട് തന്നെ കിട്ടിയാൽ തന്നെ എത്രയായി? 1 കോടി ഉറുപ്പ്യ. 1 ലക്ഷം ഉറുപ്പ്യൻ്റെ കെട്ട് പുറത്ത് കിട്ടും. ആര്? രാജാവ്. രാജാവിൻ്റെ ഇതൊന്നുമല്ല. എന്നാൽ തന്നെ ഇവിടെ നിൽക്കുന്നവന് ഇത് ഭയങ്കര. ഇവൻ ബാരിക്കേഡിന്റെ പുറത്ത് നിൽക്കുകയാണ്. രാജാവ് എഴുന്നള്ളുന്ന, മനസ്സിലായില്ല? വെള്ളുമ്പോൾ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനു വേണ്ടി നിൽക്കണം. രാജാവുള്ള സ്ഥലത്തെത്താം. അതിന് വലിയ കാര്യമാണ്. ഇവന്റെ നാട്ടിലേക്ക് തിരിച്ചെന്നാൽ ഇവൻ എന്താ വിളിക്കുക? മലയാളി. ഇവൻ ബാരിക്കേഡിന്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട നയതന്ത്രജ്ഞന്മാരുണ്ട്. ഇവർക്ക് ഇങ്ങനെയല്ല കൊടുക്കുക. ഇവർക്ക് ഓരോരുത്തർക്കും, മനസ്സിലായില്ല, ഇവർക്ക് ഓരോരുത്തർക്കും $1 ലക്ഷം കൊടുക്കുക, $1 കോടി കൊടുക്കുക. സാധാരണ അവർക്ക് ഓരോരുത്തർക്കും $1 കോടി കൊടുക്കും. ഇത് രാജാവ് എഴുന്നള്ളിയപ്പോൾ വലിച്ചെറിഞ്ഞാണ്. ഈ വലിച്ചെറിഞ്ഞ $1 കോടി കിട്ടിയാൽ തന്നെ നാട്ടിലെത്തിയ ആരായി? പറയടാ, മലയാളി മലയാളി മലയാളി. ഇവനവിടെ കസേര കയറ്റി, മനസ്സിലായ? കസേരയിൽ ഇരുന്നവർ അവരും വലിയവരല്ല. അവർക്ക് $1 കോടി രാജാവ് കൊടുക്കുക. ഓരും വലിയവരല്ല. ഇനി പ്രത്യേകക്കാരുണ്ട്. പ്രത്യേകക്കാർക്ക് അങ്ങനെയല്ല രാജാവ് കൊടുക്കുക. അതിൻ്റെയും പ്രത്യേകക്കാർക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക. അതിൻ്റെ പ്രത്യേകക്കാർക്കുണ്ട്. അവർക്ക് ചെക്കും കൊടുക്കൂല. അവർക്ക്, മനസ്സിലായില്ല, ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. എടുത്തോളെ. ചെക്ക് ആകുമ്പോൾ പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. മനസ്സിലായില്ല?
അതിൻ്റെ അപ്പുറത്തുള്ള പ്രത്യേകക്കാരനുണ്ട് രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട സുന്ദരിയായ ഭാര്യയാണ്. ഓളോട് രാജാവ് ഓരോ രാത്രിയും പറയുന്നത് ഇൻ്റെതൊക്കെ എൻ്റെതാണെന്ന്. എന്നിട്ട് രാജാവിൻ്റെ തലസ്ഥാനത്തേക്ക് ജീവിതത്തിൽ ഒരിക്കൽ യാത്ര ചെയ്യാത്ത നമ്മളാണ് രാജാവ് എന്ന് മനോരമയിൽ വായിച്ചിട്ട് രാജാവിനെ എനിക്കറിയുന്നത്. ഇതാണ് ഈ വിഡ്ഢികളായ മനുഷ്യന്മാർക്കൊക്കെ സംഭവിച്ചത്. അതാണ് അവരും ഞാനും തമ്മിലുള്ള വാർ. ഈ വാർ അവസാനിക്കില്ല. അതാണ് പ്രശ്നം. എൻ്റെ വീക്ഷണം ഇതിലൊരു നമുക്കുള്ള ഒരളവുണ്ട്, അല്ലാതെ ഇതതിൻ്റെ പൂർണ്ണതയല്ല. ഇത് മുഴുവനും മാന പിടിച്ചതുകൊണ്ട് അവൻ ആലിമാകാം, ആരാവൂല, ആരിഫാവൂല. ആരിഫിനെ മുഴുവനും കൂടി അറിയൂല. മനസ്സിലായില്ല? ആരിഫിന് ആരിഫായി. ആലിമിനേക്കാൾ വലിയതാകലെന്ത്? ആരിഫിന് വല്ലതും അറിയോ? ഒന്നും അറിയില്ല. ആരിഫിനും ഒന്നും അറിയില്ല. എന്നാലും ആരിഫ് എന്തിൻ്റെ ബാരിക്കലിൻ്റെ പുറത്ത് നിന്നു 1 ലക്ഷം രൂപ വലിച്ചെറിഞ്ഞിട്ട് നാട്ടിലെത്തിയ ആരിഫും മലയാളിയും വലിയ ആളാണ്. മലയാളി ബാരിക്കേഡിന്റെ പുറത്ത് രാജാവ് എഴുന്നള്ളുമ്പോൾ കിട്ടുന്ന $1 ലക്ഷം വേണ്ടി തിരക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ആളെന്ന് പറഞ്ഞ് തല്ലിട്ടിട്ടുണ്ട്. എന്തിനാണ് അതിനിടയിൽ നമ്മളെ തല്ലിവിടുന്നു? തൊട്ടടുത്ത ആള് കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയവൻ $1 ലക്ഷം കിട്ടി. നാട്ടിലെത്തിയപ്പോൾ ആരായി? മലയാളി പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി കാത്തിക്കാണ്. അവിടെ ബാരിക്കേഡിന്റെ ഉള്ളിൽ $1 കോടി കിട്ടുന്നവർ പോലും രാജാവിന്റെ അടുത്ത് ഇന്ത്യ ബ്ലാങ്ക് ചെക്ക് വാങ്ങിയവൻ പോലെ 8 ഇന്ത്യ 3 ഇന്ത്യ. മനസ്സിലാണ്ടോ പറഞ്ഞത്? അതിൻ്റെ അപ്പുറത്ത് ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നുണ്ടോ? 3 ഇന്ത്യ. എന്തെങ്കിലും ഒന്ന് തൊട്ട് രാജാവിൻ്റെ ശരീരത്തിൽ തൊട്ടത് രാജാവിൻ്റെ ഭാര്യയാണ്. അവൾക്ക് എന്തെങ്കിലും അർഹതയുള്ളൂ. ഓലും തമ്മിൽ തലാക്കിലെത്തിയുള്ള ബന്ധുവുള്ളൂ. പുറത്തു വേണ്ട. എന്നിട്ട് നിങ്ങൾ പറയാണ് എന്ത്? എനിക്ക് ഖുർആനൊക്കെ അറിയാം, ഞാൻ വലിയാണ്. എന്താ ഈ പറയുന്നത്? ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായ പ്രശ്നം എന്ത്? ഇവരൊന്നൊന്നുമല്ല. നമ്മൾ ഇന്ന് ആരിഫീങ്ങൾ എന്ന നോട്ടീസിൽ കൊടുക്കുന്നവരും ആരല്ല. മനസ്സിലായില്ല? ഇന്ന് പുറത്തിറങ്ങുന്ന നോട്ടീസുകളിലുണ്ട് എന്ത്? ആരിഫീങ്ങളും പങ്കെടുക്കുന്നു. നോട്ടീസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്ത് പ്രസ് കൊടുത്താലും അല്ലോ. മനസ്സിലായില്ല? ഇപ്പം ആരിഫിനെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ആര് നോട്ടീസിന് പേര് കൊടുക്കപ്പെട്ട ഈ വ്യക്തി ആരിഫിനെ കണ്ടിട്ടുണ്ടാവില്ല.